താമരശ്ശേരി ചുരത്തിലുണ്ടായ മണ്ണിടിച്ചിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ നിമിഷം വരെ നമ്മൾ കണ്ടതാണ്. അതിനിടയിൽ പുതിയ വിവരം വരുന്നത് എന്താണെന്ന് വെച്ചാൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ നിലനിന്നിരുന്ന ഗതാഗത നിയന്ത്രണം നീക്കി എന്നുള്ളതാണ്. ഇന്നു മുതൽ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കയറ്റിവിടും. കോഴിക്കോട് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഒരേ സമയം ഒരു വശത്ത് നിന്ന് മാത്രമേ ചരക്ക് വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ചുരം വഴി കടത്തിവിടില്ല. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഒരു വിധത്തിൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവുകയാണോ? എങ്കിലും പല വിധത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. എങ്ങനെയാണ് ഏറ്റവും പുതിയ തീരുമാനം വന്നിരിക്കുന്നത്? പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ നിയന്ത്രണങ്ങളോടെയും നിർദ്ദേശങ്ങളോടും കൂടിയാണ് താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത നിരോധനം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിരോധനം നീങ്ങുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. മറിച്ച് മറ്റു ചരക്ക് ലോറികൾ അതുപോലെ തന്നെ KSRTC ഉൾപ്പെടെയുള്ള ഭാരമേറിയ വാഹനങ്ങൾക്കൊക്കെ ചുരം വഴി പോകുന്നത് കൊണ്ട് ഇനി തടസ്സമില്ല. പക്ഷേ അതിന് കൃത്യമായ നിർദ്ദേശങ്ങളും നിബന്ധനകളുമുണ്ട്. ഒരേ സമയം രണ്ടു ഭാഗത്തു നിന്നും വാഹനങ്ങൾ കടത്തിവിടില്ല എന്നുള്ളതാണ്. അതായത് കൃത്യമായ ഇടവേളകൾ, സമയങ്ങൾ ഇതിനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനായിട്ട് ചുരത്തിൽ പോലീസിന്റെ മേൽനോട്ടവും ഉണ്ടാകും. ഓരോ വ്യൂ പോയിന്റിനും ഓരോ വളവിനും ഓരോ സ്ലോട്ടുകൾ നിർമ്മിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ചുരം 9ാം വളവിൽ ഇനി ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നടപടി എടുക്കാമെന്നൊരു തീരുമാനത്തിലേക്കും ഇന്ന് ജില്ലാ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാറക്കെട്ടുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ചുരത്തിലെ പാറകൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് GPR സംവിധാനവും ഏർപ്പെടുത്തുന്നുണ്ട്. ആ പരിശോധനയും അവിടെ നടക്കും. അതോടൊപ്പം തന്നെ ഈ ചുരത്തിൽ രാത്രികാലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ പാറക്കല്ലുകളോ മണ്ണോ ഒക്കെ വീണിരിക്കുന്ന ഒരു പക്ഷേ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ലൈറ്റ് അടക്കമുള്ള സംവിധാനം ചുരത്തിൽ ഏർപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ എന്തായാലും ഈ കുറ്റ്യാടി ചുരം വഴിയൊക്കെയാണ് ഇന്ന് വൈകുന്നേരം വരെയൊക്കെ ഭാരമേറിയ വാഹനങ്ങളൊക്കെ പോയിരുന്നത്. ഇനി താമരശ്ശേരി ചുരം വഴി മൾട്ടി ആക്സിലില്ലാത്ത വാഹനങ്ങൾക്ക് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്തായാലും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. മഴ കനക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷവും ഗതാഗതം നിരോധിക്കുമെന്നും ജില്ലാ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ കാര്യങ്ങൾക്കൊക്കെ ഏറെക്കുറെ തീരുമാനമാകുന്നുണ്ട്. ഇങ്ങനെയാണ് നിയന്ത്രണങ്ങളൊക്കെ പല വിധത്തിൽ നീക്കുന്നുണ്ട്. എങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരേ സമയം ഒരു വശത്ത് നിന്ന് മാത്രമേ ചരക്ക് വാഹനങ്ങളൊക്കെ കടത്തിവിടുകയുള്ളൂ. മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ചുരം വഴി കടത്തിവിടില്ല. അതോടൊപ്പം തന്നെ ഈ മഴ കൂടി വരുന്നതിനനുസരിച്ച് ആ സമയം പല വിധത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ വെക്കുക. അറിയിപ്പുകളൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.